ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു മിക്സ്ഡ് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, നമ്മൾക്ക് ഇവിടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഓമയ്ക്ക. ഇത്രയും സാധനമാണ് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിവിടെ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. ഇത് സെപ്പറേറ്റായിട്ട് അരിഞ്ഞെടുക്കണമെന്നില്ല, കാരണം ഇതിന് മൂന്നിനും ഒരേ വേവായതുകൊണ്ട് ഒരുമിച്ച് അരിഞ്ഞെടുത്താൽ മതിയാവും. നമ്മൾ ഒരുമിച്ചിട്ടാണ് ഇത് തോരൻ വെക്കുന്നത്. കൂട്ടത്തിലൊരു സവാളയും ഇടുക, 2 പച്ചമുളക്, 2-3 പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട്. നല്ല എരിവുള്ള പച്ചമുളക് ഇതിനകത്ത് ഇടുവാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ ഇതിലേക്ക് തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഈ തിരുമ്മി വെച്ചേക്കുന്ന തേങ്ങ അങ്ങിടുക. നമ്മൾ ചതച്ചെല്ലാം എടുക്കുന്നത്. തേങ്ങ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ആവശ്യത്തിന് ഉപ്പും ഒരു ശകലം മഞ്ഞൾപ്പൊടിയും, കുറച്ച് മഞ്ഞൾപ്പൊടി മതിയാവും. ഞാൻ ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ പച്ചമുളക് 2-3 ചേർത്തിട്ടുണ്ട്. എരിയുള്ള പച്ചമുളകാണ് 2 എണ്ണത്തിൻ്റെ ആവശ്യമേ. ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ ഊരിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി സ്റ്റൗ കത്തിച്ച് ചീനിച്ചിട്ട് നന്നായി ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഞാനിവിടെ അലോയിയുടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇരുമ്പിൻ്റെ ഉണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ആയാലും മതി, കാരണം നമ്മളിത് ഈ തോരൻ നന്നായിട്ട് വെള്ളമയമില്ലാതെ ചിക്കിയെടുക്കാൻ പറ്റും, നന്നായിട്ടെടുക്കാൻ പറ്റും ഈ അലോയിയുടെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലാകുമ്പോൾ. ഞാൻ ചീനിച്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കടുക് പൊട്ടിക്കാൻ പോവാണ്. കടുക് പൊട്ടിച്ചതിന് ശേഷം മുളകും ഉള്ളിയും കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ തോരൻ മിക്സ് ചെയ്തേക്കുന്ന തോരൻ അതിലേക്കിട്ട് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. കടുവും മുളകും എല്ലാം നന്നായിട്ട് പൊട്ടിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന തോരൻ ഇട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവാണ്. ഇതിന് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ഈ 3 ഐറ്റങ്ങൾക്കും വെള്ളമയമുള്ളതായതുകൊണ്ട് കൈവെള്ളം മാത്രം കുടഞ്ഞു കൊടുത്താൽ മതി. ഇനി ഒരു അടപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അടച്ച് ആവിയിൽ വേവിച്ചെടുത്താൽ മതിയാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 2 മിനിറ്റ് ആയപ്പോഴത്തേക്കിനും ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കൊടുത്തായിരുന്നു. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നന്നായിട്ട് വെന്ത് കിട്ടിയത്. ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ട വെള്ളമയം ഇല്ലാതെ നന്നായിട്ട് ചിക്കി തൂത്തി വരുന്നുണ്ട്. പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുന്ന സമയത്ത് ഒരു ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടും ഒക്കെ ഉള്ളെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഓമയ്ക്കയും കൂടെ ഒക്കെ ചേർത്ത് ഇതുപോലെ അടിപൊളി ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.